ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയോ കേട്ടോ. ഞാൻ ഇന്ന് വരച്ചിട്ടുള്ള വീഡിയോ പോലെയല്ല കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു വീഡിയോയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കഞ്ഞിപ്പാടം NSS വനിതാ സമാജത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്, ഔഷധക്കഞ്ഞി. ഇന്ന് കർക്കിടകം 1 അപ്പോൾ ഇന്ന് മുതൽ 11 ദിവസം ഞങ്ങൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലല്ല കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും മരുന്ന് കൂട്ടുകൾ കിട്ടും, അത് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കഞ്ഞി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നാട്ടിലൊക്കെ നടന്ന് ഞങ്ങൾ പച്ചമരുന്നുകളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് അതിൽ ചുക്കിലിയെല്ലാം നോക്കി പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അത് വൃത്തിയാക്കി അത് കൊണ്ടുവന്ന് കുളത്തിൽ കൊണ്ടുപോയി ഒലച്ച് കഴുകി വൃത്തിയാക്കി അത് രണ്ടാമത് കൊണ്ടുവന്ന് ഒന്നുകൂടെ ചുക്കിലിയെല്ലാം നോക്കിയെടുത്ത് ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്താണ് ഞങ്ങൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചമരുന്നുകളെല്ലാം കൂടി പിഴിഞ്ഞെടുത്തുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പച്ചമരുന്നുകൾ നേരിട്ട് ചേർത്തുണ്ടാക്കുന്ന മരുന്ന് കഞ്ഞിക്ക് ഗുണങ്ങളേറെയാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം നൽകാൻ ഈ പച്ചമരുന്നുകൾ കഴിച്ചാൽ മതി എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. എല്ലാ നാടുകളിലും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ പച്ചമരുന്നുകളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കി പിഴിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിക്കാം. പച്ചമരുന്നുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഒന്നും പേര് പറയാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിനകത്ത് തുളസിയുണ്ട്, കയ്യോന്നിയുണ്ട്, ചെറുളയുണ്ട്, വള്ളിയുഴിഞ്ഞയുണ്ട്, തഴുതാമയുണ്ട്, അതുപോലെ ഒത്തിരി ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വായിൽ പേര് വരുന്നില്ല. കാണുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പേരറിയാം. കുറുന്തോട്ടി, അതുപോലെ മുക്കൂറ്റി, പേരയില, അതിനൊക്കെ നമ്മുടെ എന്താ പറയണ്ടേ, നെല്ലിയുടെ ഇല, അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ എല്ലാ ഇലകൾക്കും ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം നമുക്കറിയാം, നമുക്ക് കുറേയേറെ ഔഷധ കൂട്ടുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ അതെല്ലാം ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ ആളിനെ കണ്ടോ, എന്തുവാന്ന് മനസ്സിലായോ? നമ്മുടെ തൊട്ടാവാടിയാണേ. നമ്മുടെ മുള്ളൻ തൊട്ട് കഴിഞ്ഞാൽ കയ്യും കൊണ്ടേ പോകത്തുള്ളൂ. ഇതും വേണം കേട്ടോ മരുന്നിന്. ഇതുകൂടി ഇട്ട് എടുക്കണം. ഇതുകൂടെ വൃത്തിയാക്കി എടുത്താലേ നമുക്ക് മരുന്ന് പൂർണ്ണമാകത്തുള്ളൂ. ഇത് എടുക്കാൻ ഭയങ്കര പാടാണ്. കയ്യെ മുള്ളു കൊള്ളുകയും ചെയ്യും. കണ്ടോ, ഈ ചോട്ടി മുള്ളു കാണത്തില്ല. അപ്പം ചോട്ടിയിൽ നിന്ന് ഇങ്ങനെ പിടിക്കും. അബദ്ധവശാലെങ്ങാനും സ്വല്പം മാറിപ്പോയാൽ കയ്യെ മുള്ളു കൊണ്ട് കയറും. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ബാക്കി കൂടെ പറിക്കാം. കണ്ടോ, തുമ്പയുണ്ട്. ഇതുപോലെ എല്ലാവരും മരുന്ന് കൊണ്ടുവരും കേട്ടോ. ഇതുപോലുള്ള പച്ചമരുന്നുകൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഇത് നല്ല ചുക്കിലിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി കഴുകി എടുത്ത് ഇതിലെ മണ്ണും എല്ലാം കളഞ്ഞ് ചുക്കിലിയെല്ലാം നോക്കി എടുത്തിട്ടാണ് നമ്മളിത് മരുന്നാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ കയ്യോന്നിയാണേ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. കണ്ടോ, കണ്ടോ, തുമ്പയും നല്ല മരുന്നാണ് കേട്ടോ. ഈ നമ്മൾ കർക്കിടക കഞ്ഞിക്കകത്ത് ചേർക്കുന്ന ഒരു മരുന്നാണേ. ഞങ്ങളെ നോക്കിയെടുത്ത പച്ചമരുന്നുകളെല്ലാം കൂടെ കുളത്തിൽ കൊണ്ടുവന്ന് വൃത്തിയായിട്ട് ഒലച്ച് കഴുകും കേട്ടോ. ഒലച്ച് ഒരു 2-3 പ്രാവശ്യം ഒലച്ച് കഴുകി അതിലെ മണ്ണും ചെളിയെല്ലാം മാറ്റി ഇലയിലെ ചെളികളെല്ലാം മാറ്റിയാണ് ഞങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കൊണ്ടുവരുന്ന മരുന്നുകൾ നോക്കി ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും. ഞങ്ങളുടെ സ്ഥലം കണ്ടോ, എന്ത് ഭംഗിയാ നോക്കിയേ.
കണ്ടത്തിൽ നെല്ലെല്ലാം വിതച്ച് നല്ല എല്ലാം കിളിർത്ത് നിൽക്കുവാണ്. എന്ത് പച്ചപ്പാന്ന് നോക്ക്, ഇത് ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഇത് കരിനെച്ചിയാണ്. കണ്ടോ കരിനെച്ചി, അത് കണക്ക് കറ്റാർ വാഴ, അത് കണക്ക് തുളസിയുണ്ട്, കറിവേപ്പിലയുണ്ട്. കണ്ടോ ഈ മരുന്നുകളെല്ലാം നമ്മൾ എടുക്കുന്നതാണ്. ഇത് ആടലോടകമാണ്. കണ്ടോ ആടലോടകം. മറ്റുള്ള കുറച്ച് മരുന്നൊക്കെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പേരയില എടുത്തിട്ടുണ്ട്. കണ്ടോ അതേ പേരയില. നമ്മൾ അടുപ്പിൽ തീ പകരാൻ പോവുകയാണ്. വിറകടുപ്പിലാണ് വെക്കേണ്ടത്. ഈ മഴയായത് കാരണം നമുക്കതൊന്നും പറ്റത്തില്ല. മഴക്കാലത്ത് തീ കത്തിക്കാനൊന്നും ഇല്ലാത്ത കാരണമേ ഇപ്പം ഗ്യാസേലാണ് വെക്കുന്നത്. ഗ്യാസ് എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും പോലെ അടുപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമേ, എന്നാലും ശരി ഞങ്ങളത് ചെയ്യും, എല്ലാ വർഷം ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ അതെ നമ്മൾ അടുപ്പിലോട്ട് തീ പകരുവാണ്. നമ്മളിതേ അടുപ്പിൽ തീ കത്തിച്ച് കണ്ടോ. അപ്പോൾ അതെ നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ശർക്കരയല്ല കേട്ടോ, ഇത് പനം ചക്കരയാണ്. അപ്പോൾ നമ്മളത് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കും. കരിപ്പെട്ടി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ അത് ഉരുക്കിയെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചക്കര എടുത്ത് പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. നമുക്ക് തേങ്ങ വേണം കേട്ടോ കഞ്ഞിക്ക് വേണ്ടി. അപ്പോൾ തേങ്ങ എടുക്കുവാണ്. ചക്കര ഉണ്ടല്ലോ, കരിപ്പെട്ടിയോ നമ്മൾ ഉരുക്കി മാറ്റി വെച്ച്. അപ്പോൾ ഇനി കഞ്ഞി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് കയറ്റുവാണ്. നമ്മളൊരു ഇൻഡാലിയം ചരുവമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നമ്മൾ ആ ചരുവം എടുത്ത് ആ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ അരിയിടും. നമ്മളല്ലേ കരിപ്പെട്ടി ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് കരടൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. കഞ്ഞിക്ക് വേണ്ടിയുള്ള തേങ്ങ തിരുമ്മി എടുക്കുവാണ്. നമ്മൾ ഒരു 5-8 തേങ്ങ എടുക്കും കേട്ടോ. നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന അരിയുടെ അളവ് അനുസരിച്ചാണ് തേങ്ങ എടുക്കുന്നത്. നമ്മൾ 1 കിലോ കഞ്ഞിയാണ് വെക്കുന്നെങ്കിൽ 4 തേങ്ങ എടുക്കും. അപ്പം നമ്മൾ ഓരോ ദിവസം എത്ര കിലോ അരി എടുക്കുന്നു അതിനനുസരിച്ചാണ് തേങ്ങ എടുക്കുന്നത്. അപ്പോൾ ഇന്നത് ഇപ്പം നമ്മൾ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുക. മരുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, മരുന്ന് ഇടിച്ചെടുത്ത് ആദ്യം നമ്മൾ സ്വല്പം വെള്ളം, കുറച്ച് വെള്ളം, ആ നീരൊന്ന് പിരിഞ്ഞ് വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് പിരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മളിത് പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ കാണിക്കാം. ഇതേ കണ്ടതേ, ഇത്രയും നമ്മൾ പിരിഞ്ഞ് വെച്ചിരിക്കുവാണ്. ഇത് നമ്മൾ ഇടിച്ചിട്ട് ആദ്യമുള്ള മരുന്നാണ്. കണ്ടോ, പിരിയുന്ന കാണിക്കാവേ. ഇതിനകത്ത് കുറച്ച് ഇത്രയും നേരം ഇടിച്ചതിൻ്റെ നീരാണ് കേട്ടോ. അത് പിരിഞ്ഞ് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. കണ്ടോ, നമ്മൾ കർക്കിടക കഞ്ഞിക്ക് എടുക്കുന്ന അരിയാണ് ഇത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ നെല്ല് ഉണക്കി കുത്തിച്ചെടുത്ത് നല്ല ഒന്നാന്തരം ഉണക്കലരിയാണ്. നമ്മളിത് ചെയ്യുന്നത് വളരെ വിശ്വാസത്തോടും ശുദ്ധിയോടും ഒക്കെ കൂടിയാണ്. നമ്മൾ രാവിലെ കുളിച്ച് സസ്യാഹാരം മാത്രം കഴിച്ചാണ് നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നത്. രാത്രിയിലാണ് ഇപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഈ കഞ്ഞി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ രാത്രിയിലത്തെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് ഇത് കഴിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലായിടത്തും പൊടിയല്ലേ കിട്ടുന്നത്. പൊടി വാങ്ങിച്ച് അത് കഞ്ഞിയാക്കി ഉണ്ടാക്കി എടുക്കുകയോ ചെയ്യുന്നത് അതിനകത്ത് ചേർത്ത്. ഇത് നമ്മൾ പച്ചില മരുന്നുകളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ശരിക്കുള്ള പച്ചില
മരുന്ന് കൊണ്ടുള്ള ചാറ് തന്നെ എടുത്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. അതാണ് ഈ കഞ്ഞിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിന് ഗുണം വളരെയേറെ കൂടും. ഞങ്ങളെല്ലാവരും ചായ ഉച്ചയ്ക്ക് വരുന്നതല്ലേ, അപ്പോൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചായ കുടിച്ചോണ്ട് ഒരു ക്ഷീണമൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വലിയ ആവശ്യമായിട്ടൊന്നുമില്ല, ഓരോ ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് ചൂടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടീ ടൈമാണിത്. ചേച്ചി, നമ്മളെ ഈ അരി എടുക്കുന്നതിന് പല പ്രത്യേകതയുണ്ട്. ഈ അരി തന്നെ എടുക്കണം എന്നുള്ളതിൽ എന്താ പറയുക? അത് നമ്മൾ ഈ അരി ഒരുപാട് ഒരു 3-4 പ്രാവശ്യം ഒന്നും കഴുകണ്ട, സാധാ അരി പോലെ. ഇത് നല്ല ശുദ്ധമായിട്ട് നമ്മൾ ഉണക്കി മില്ലി കുത്തിച്ചെടുത്ത അരിയാണ്, നല്ല ശുദ്ധമായ അരിയാണ്. ഇപ്പോൾ 2 പ്രാവശ്യം നമ്മളിത് കഴുകേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് അതിന്റെ തവിട് കളയേണ്ട കാര്യമില്ല. തവിട് കളയാതെ അപ്പൊ അതാണ് ഔഷധ ഗുണം ഉള്ളത്. തവിടിന് ഔഷധ ഗുണം ഉള്ള കാരണം അത് കളയാതെ. അതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മരുന്ന് ഔഷധക്കഞ്ഞിക്ക് നമ്മൾ ഈ അരി എടുക്കുന്നത് തന്നെ അതിനു വേണ്ട അല്ലേ. അപ്പൊ നമ്മള് ഈ തവിട് കളയാതെയാണ് ഈ അരി കഞ്ഞിക്ക് എടുക്കുന്നത്. കാരണം തവിട് കളഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ ഗുണം പോകും. അപ്പൊ നമ്മള് തവിട് കളയാതെ കുത്തിച്ചെടുത്തോണ്ട് വന്ന് അരി വൃത്തിയായിട്ട് ഒന്ന് കഴുകി നമ്മൾ കഞ്ഞിക്ക് എടുക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. വെള്ളം ചൂടായി നമ്മൾ അതിലോട്ട് അരിയെല്ലാം ചേർത്ത് കേട്ടോ. ഇനി അരി ഒന്ന് തിളച്ച് വെന്ത് വരണം. എനിക്ക് ശരിക്കും ഉരലിലിട്ട് ഇങ്ങനെ ഇടിച്ച് ശീലമൊന്നുമില്ല. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ കഞ്ഞിപ്പാടത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഈ വർഷത്തിൽ ഈ 15 ദിവസം മാത്രം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് തോന്നത്തേയില്ല. എല്ലാവരും വളരെ സന്തോഷമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ജോലി. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാ പണിയും എളുപ്പമാണെന്നല്ലേ പറയുന്നത്. ഇത് ഉലുവയാണ്. പ്രധാന മരുന്ന് കഞ്ഞിയുടെ ഒരു പ്രധാന കൂട്ടുകളാണ് ഉലുവ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് വരുന്നതായിട്ട് കഞ്ഞിക്കാട്ട്. ഇത് ആശാളി. ഇത് ആശാളി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് ആശാളി എന്നാട്ടോ പറയുന്നത്. അതേ കണ്ടോ, അതുകൂടെ നമ്മൾ ചേർക്കാറുണ്ട് അതിനകത്ത്. ഇത് രണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ട ചേരുവയാണ്. തലേദിവസം വെള്ളത്തിലിട്ട് ഇത് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. കുതിരണം, നന്നായിട്ട് ഇത് കുതിർന്ന് അടുപ്പിൽ തന്നെ വെച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം അതിനകത്ത് ചേർക്കുന്ന കഞ്ഞി. ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം ഒരേ മനസ്സോടെ നിൽക്കുക എന്നുള്ളതും ഒരു സന്തോഷമാണ്. നമ്മൾ ഉലുവ ചേർത്ത് നമ്മൾ ആ അരി ഒരു 3/4 വേവായപ്പോഴത്തേക്കും കുതിർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരുന്ന ഉലുവയായിരുന്നു. അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ആശാളിയും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. അതൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി ആ ആശാളി ഉലുവയും ആ അരിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ചെയ്ത എല്ലാം വെറുതെയാകും. ആ മരുന്ന് ഉപയോഗിക്കാനേ പറ്റാതെയാകും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും. നമ്മൾ ആശാളയും ഉലുവയും എല്ലാം ചേർത്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മളിനി കരിപ്പെട്ടി ഉരുക്കിയത് ചേർക്കുവാണേ. കരിപ്പെട്ടി ഉരുക്കിയത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് കുറുകി വരണേ. ഒത്തിരി മധുരം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതൊരു ഔഷധ കഞ്ഞിയല്ലേ, അന്നേരം
നമുക്ക് ഈ പച്ചമരുന്നെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഉള്ള കയ്പ്പ് രസമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ചേർക്കുന്നതേ ഉള്ളൂ. തന്നെയല്ല ഷുഗറുള്ളവർക്കൊക്കെ ആണെങ്കിലും കഴിക്കണ്ടേ. അപ്പം ചക്കര ആകുമ്പം ഷുഗറുകാർക്ക് വലിയ പ്രശ്നം വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ മരുന്ന് ഒഴിക്കുവാണെങ്കിൽ മരുന്ന് പിഴിഞ്ഞ് വെച്ചതിൽ ആദ്യത്തെ മരുന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മരുന്നാണ്, രണ്ടാമത് പിഴിഞ്ഞെടുത്തത്. ഇനി അതൊന്ന് നമ്മളിത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ആദ്യത്തെ മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മരുന്ന് ചേർത്തത് കാണിച്ചല്ലോ. അപ്പോൾ അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി രണ്ടാമത്തെ മരുന്ന് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശർക്കര ചേർത്തിരിക്കുന്നതാണ്, കരിപ്പെട്ടി ചേർത്തിരിക്കുന്നതാണ്. അപ്പം അത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ട് ചേർത്ത് തേങ്ങ ചെറുതായിട്ട് ചിരണ്ടി എടുത്ത് നന്നായിട്ട് ഞെരടിയിട്ടാണ് നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ ചേർത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കി പിടിക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ട്. ഇത് ചില ഔഷധക്കൂട്ടുകളാണ്. ആ ഔഷധക്കൂട്ടുകളെല്ലാം നമ്മൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിപ്പിച്ച് പ്രത്യേകം അളവുണ്ട്. ആ അളവിൽ എടുത്ത് വെച്ച് 15 ദിവസത്തേക്കുള്ള പൊതികളാക്കി മാറ്റി വയ്ക്കും. ഇതിൽ എല്ലാം കഴിഞ്ഞ് മരുന്ന് കഞ്ഞി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ പച്ചമരുന്ന് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് ഇളക്കി അത് മരുന്ന് കഞ്ഞിക്കകത്തേക്ക് ചേർത്ത് ഇളക്കി കഴിയുമ്പോഴാണ് നമ്മളുടെ മരുന്ന് കഞ്ഞി പൂർണ്ണമാകുന്നത്. അതാണ് മരുന്ന് കഞ്ഞിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ ആ മരുന്നുകൂട്ടുകളെല്ലാം ആ പൊടിക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുവാണേ. അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തെ മരുന്നും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം തിളയ്ക്കാൻ നിൽക്കത്തില്ല. ആദ്യം നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇതേ നമ്മൾ ആ പൊടിക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയത് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഈ പൊടിക്കൂട്ടുകൾ കൂടെ ചേർത്ത് ഇളക്കുമ്പോഴാണ് ഔഷധക്കഞ്ഞി പൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊരു രഹസ്യമാണ് കേട്ടോ. ആ പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അധികം ഇളക്കി കൊടുക്കാതെ അടുക്കി പിടിക്കാതെ നോക്കണം, എന്നാലും അധികം ഇളക്കി കൊടുക്കാതെ ആ കഞ്ഞി ഒന്ന് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. ഞങ്ങളിവിടെ ഈ ഔഷധക്കഞ്ഞി വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 25 വർഷത്തോളമായിട്ടുണ്ട്. എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ ഈ ഔഷധക്കഞ്ഞി വെക്കാറുണ്ട്. ഒരു നിശ്ചിത വില, അധികം വില ഈടാക്കാതെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിട്ട് നമ്മൾ ആ മരുന്ന് വിൽപ്പന നടത്താറുമുണ്ട്. അപ്പോൾ ഇതൊരു നമുക്ക് വേണ്ടി മാത്രമല്ല, ഇത് ആവശ്യക്കാർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കാനായിട്ട് ഒത്തിരി പേര് നമ്മുടെ നേരത്തെ തന്നെ പറഞ്ഞു വെക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാ വർഷവും കറക്റ്റായിട്ട് 15 ദിവസം കഴിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ കഞ്ഞി തിളച്ച് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതാണ് ഇനി അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി ഇറക്കി വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും അവസാനമായിട്ട് ചേർക്കുന്നത് നെയ്യാണേ. നമ്മൾ ഇത്രയും കഞ്ഞിക്കകത്തേക്ക് ഒരു 100 ഗ്രാം നെയ്യേ ചേർക്കാറുള്ളേ. നെയ്യ് ഈ പച്ചമരുന്നുകൾക്ക് നെയ്യ് മേമ്പൊടിയായിട്ട് ചേർക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അധികമായാൽ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു 100 ഗ്രാം നെയ്യ്, ഒരു 3.5 കിലോ അരി വെച്ച കഞ്ഞിയാണ് ഇത്. അതിനുള്ള സാധന സാമഗ്രികളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു 100 ഗ്രാം നെയ്യ് ചേർക്കാറുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഉരുക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് കിട്ടാത്തത് കാരണം നമ്മൾ മിൽമയുടെ നെയ്യാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കും. അതൊന്ന് നമ്മൾ കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിയുമ്പോൾ അത് ഒരുവിധം നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അതിന് ശേഷം നമ്മളിത് പകർന്നു വെക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ചെയ്യുമ്പം പാത്രത്തിനകത്ത് വാങ്ങിക്കാൻ വരുന്നവർക്ക് നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ പാത്രത്തിൽ കൊടുത്തു വിടും. കാരണം രാത്രിയിൽ അതെടുക്കുമ്പോഴത്തേക്കും ചെറിയ ചൂടോടുകൂടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പോൾ ചിലർ പാത്രം കൊണ്ടുവരാതെ വരുന്നവർ കാണും. അപ്പോൾ അവർക്ക് നമ്മൾ മരുന്ന് കഞ്ഞി നന്നായിട്ട് ആറിച്ച് അത് പ്ലാസ്റ്റിക് കവറിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. കാരണം പ്ലാസ്റ്റിക് കവറിനകത്ത് ചൂടോടെ എടുക്കാൻ പാടില്ലെന്നല്ലേ. അപ്പോൾ നന്നായിട്ട് ആറിച്ചതിന് ശേഷം നമ്മൾ
ചെറിയ ചൂടോടുകൂടി നമ്മൾ അത് പ്ലാസ്റ്റിക് കവറിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുവാണേ പതിവേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇനി പാത്രത്തിലോട്ടൊക്കെ പകർന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമുണ്ട്. നമ്മുടെ വനിതാ സമാജത്തിൻ്റെ മേൽഘടകം എന്ന് പറയുന്നത് NSS കരയോഗമാണ്. അപ്പോൾ NSS കരയോഗത്തിലെ ഭരണസമിതി അംഗങ്ങൾ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, മറ്റുള്ള അംഗങ്ങളെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ഇത് ഉദ്ഘാടനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് വിൽപ്പന തുടങ്ങുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ ഈ എടുക്കുന്ന കഞ്ഞി ഉണ്ടല്ലോ, അത് നമ്മുടെ തൊട്ടപ്പുറത്ത് ശങ്കരനാരായണമൂർത്തി ക്ഷേത്രമുണ്ട് NSSൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഈ കഞ്ഞി കൊണ്ടുവന്ന്, ഈ ഔഷധക്കഞ്ഞി കൊണ്ടുവന്ന് ആ നടയിൽ സമർപ്പിക്കും. കാരണം ധന്വന്തരിമൂർത്തിയാണ് ഔഷധത്തിൻ്റെയൊക്കെ ദേവൻ എന്നല്ലേ പറയുന്നത്. ആയുർവേദ മരുന്നുകളുടെയും ഔഷധത്തിൻ്റെയൊക്കെ ദേവൻ ധന്വന്തരിമൂർത്തിയാണെന്ന് പറയുന്നത്. അപ്പോൾ ധന്വന്തരിയെ മനസ്സിൽ ധ്യാനിച്ച്, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതവിടെ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുന്നത്. കഞ്ഞിപ്പാടം NSS വനിതാ സമാജം നടത്തുന്ന ഔഷധക്കഞ്ഞിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന NSS കരയോഗം സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ വേണുകുമാറിന് നമ്മുടെ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ശാന്താജി നായർ ഔഷധക്കഞ്ഞി നൽകുന്നു. നമ്പർ NSS സമാജത്തിൽ നേതൃത്വത്തിൽ ഇതിവിടെ കഞ്ഞിവിതരണം ആരംഭിക്കുന്നു എന്ന് പ്രസിഡന്റ് സൗകര്യം അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ട് വന്നത്. നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യ പരിപാലനത്തോടൊപ്പം ചെറിയ സമ്പത്ത് ഉണ്ടാകട്ടെ എന്ന ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. ഔഷധക്കഞ്ഞിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി പകർന്നു വച്ചിരിക്കുന്ന കഞ്ഞി നമുക്ക് ഓരോ ആവശ്യക്കാർക്കിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് അടുത്ത ജോലി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇത് പാക്ക് ചെയ്ത് എല്ലായിടത്തും എത്തിക്കും. അതുപോലെ തന്നെ പാത്രങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് പാത്രങ്ങളിലൊക്കെ കൊടുക്കും. ആ കഞ്ഞി ആറിച്ചാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്താക്കി കൊടുത്തു വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 11 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒത്തൊരുമയുടെ കാലം കൂടെ കേട്ടോ. ഓണത്തിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരേ മനസ്സോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. അത് ഈ 25 വർഷമായിട്ട് നടന്നുപോയി. കോവിഡ് കാലത്തും അതുപോലെ തന്നെ 2018 വെള്ളപ്പൊക്ക സമയത്തും നടക്കാതെ പോയി എന്നുള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ കാലത്തും ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയേറെ അഭിമാനവുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്. എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പാത്രം വരെ തേച്ച് കഴുകി എടുത്തു. ഇനിയിപ്പോൾ ഇത് കൊണ്ട് ഇവിടെ വെക്കും. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും മരുന്നെല്ലാം പറിച്ച് വരും. ഇനി 15 ദിവസത്തേക്ക് ഞങ്ങളുടെ പരിപാടി ഇതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. 15 ദിവസം കഴിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ ഗുണം വേറൊന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ.